ശിഷ്യരെ ശകാരിക്കലും ശിക്ഷിക്കലും ആക്ഷനെടുക്കലും മാത്രമല്ല, വിനയാനിരതായിക്കൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല തങ്ങൾ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നിൽ വല്ല ന്യൂനതകളും എന്നിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ അതെന്നോട് പറയണം. എത്ര ആത്മീയ ഗുരുക്കൾ ഇന്ന് പറയാറുണ്ട്. മറിച്ച് ഓരോരുത്തരും അവരുടെ പ്രകീർത്തനങ്ങളും പ്രശംസകളും പാടി പറയുന്നതിനും പ്രകീർത്തിക്കുന്നതിനും ആസ്വാദനങ്ങൾ കണ്ടെത്തുന്ന യുഗത്തിലാണല്ലോ ഇന്നത്തെ വ്യാജസിദ്ധന്മാരും വ്യാജ ഔലിയാക്കന്മാരൊക്കെ. ഇത് പറഞ്ഞപ്പോ മഹാനവള ശിഷ്യരിൽ ഷെയ്ഖ് ഉമർ എന്ന മഹൽ വ്യക്തിത്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അലിംതു ഫീകും ഐബാ, നിങ്ങളൊരു ന്യൂനത ഞാൻ കണ്ടിട്ടുണ്ട്. മഹള സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത്. അഖ്സമ ബില്ലാഹി സുബ്ഹാനഹു വ തആല, റബ്ബിനെ സത്യം ചെയ്തുകൊണ്ടാണല്ലോ പറഞ്ഞത്. ഒരു ശിഷ്യൻ ഷെയ്ഖ് ഉമർ എഴുന്നേറ്റുന്നുകൊണ്ട് അലിംതു ഫീകും ഐബാ, നിങ്ങൾ ഒരു ന്യൂനത ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പരിഭ്രമിച്ചിരിക്കില്ലേ, ആത്മീയ ഗുരുവിനോടാണോ പരസ്യമായിട്ടാണോ ഈ ഐബ് പറയുന്നത്? പറഞ്ഞ ഐബ് എന്തെന്നല്ലേ, ഇന്ന മിത്ലനാ മിൻ അസ്ഹാബിക, അങ്ങയുടെ മഹത്വത്തോടും പവിത്രതയോടും പരിശുദ്ധയോടും യോജിച്ചവരാണ് അങ്ങേക്ക് ശിഷ്യന്മാരാകേണ്ടിയിരുന്നത്. ഞങ്ങളെപ്പോലത്ത പച്ചപ്പാവങ്ങളാണ് അങ്ങയുടെ ശിഷ്യന്മാരായി എന്നത്. അങ്ങയുടെ പരിശുദ്ധതയോട് യോജിച്ചതല്ല എന്ന് അതിലേറെ ശിഷ്യന്മാർ വിനയതായി പറയുന്നു. ഇത് പറയുമ്പോ സദസ്സൊന്നടങ്കം കരയുകയായി, എല്ലാവരും പരിഭ്രമിക്കുകയായി. ആരാണ് രക്ഷപ്പെട്ടവൻ റബ്ബിന്റെ മുമ്പിൽ? ഇത് പറയുമ്പോൾ മഹാനായ ഖുത്ബുൽ അഖ്താബ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മറന്നു പോകരുത്. ഇതിൻ്റെ ഒക്കെയും ലക്ഷ്യം അതാണ്. മഹാൻ പറയുന്നത്, ഇൻസലിമൽ മർകബു ഹമല മൻ ഫീഹി ലിത്തഅദിയ, പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കരയിൽ നിന്ന് മറ്റു കരയിലേക്ക്, ഇപ്പോൾ പാലങ്ങളാണ്, ബ്രിഡ്ജുകളാണെങ്കിൽ ആ ബ്രിഡ്ജിൽ കയറിയാൽ ബ്രിഡ്ജിന് തകരാറില്ല എങ്കിൽ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് എത്താൻ കഴിയും. ഇന്നും ഒരു സമുദ്രക്കരയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്താൻ കപ്പലുകൾ ആശ്രയിക്കലേ മാർഗമുള്ളൂ. ആ കപ്പൽ നന്നായാൽ കപ്പലിലുള്ളവര് ഇക്കരയിൽ നിന്ന് അക്കരെ സുരക്ഷിതമായി എത്തുക തന്നെ ചെയ്യും. എന്ന പോലെ തന്നെ ഈ മഹത്തായ പ്രസ്ഥാനം, ഈ ദാഇറ, ഈ ത്വരീഖത്ത് എന്ന് പറയുന്നത്, ദാഇറ എന്ന് പറയുന്നത്, പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതെല്ലാം ഒരു മർക്കബാണ്, അതൊരു വാഹനമാണ്. ആ കപ്പലിൽ കയറി ഞാനും നിങ്ങളും കത്തിയെടുത്ത് കപ്പൽ ഓട്ടയാക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ എല്ലാവർക്കും നാശമാണ്. ആ കപ്പിത്താൻ പറയുന്നതിന് വിപരീതമായി നടക്കാൻ പാടില്ല. ആ കപ്പൽ നന്നാവുക, കപ്പിത്താൻ നന്നാവുക. തീർച്ചയായും ആ കപ്പലുള്ളവരെല്ലാം കപ്പിത്താൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും കപ്പൽ പല വിഭാഗം ആളുകൾ ഉണ്ടാകും. ഹൈ എഡ്യൂക്കേറ്റഡ് ഉണ്ടാകും, എഡ്യൂക്കേറ്റഡ് ഉണ്ടാകും, ബിലോ ആവറേജ് ഉണ്ടാകും, ആവറേജ് ഉണ്ടാകും, എബോവ് ആവറേജ് ഉണ്ടാകും. പക്ഷെ എല്ലാവരും മക്ക കപ്പലിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും, അക്കരെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എന്ന പോലെ ഞാനും നിങ്ങളും മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ മുരീദുമാരിൽ, അവിടുത്തെ ദാഇറയിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ, അവിടുത്തെ ആശിഖീങ്ങളിൽ പെട്ടാൽ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും. ഇതിനാണ് ഇവിടത്തെ കാർഡ് നൽകുന്നത്.
ഇതിനാണ് ഇവിടത്തേക്ക് അരികൾ നൽകുന്നത്, ഇതിനാണ് ഇവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നത്, സംഘടിപ്പിക്കുന്നത്. ഖുർആനിൽ സൂറത്തു ശുആറയിൽ 100-ാമത്തെയും 101-ാമത്തെയും 102-ാമത്തെയും ആയത്താണ് ഫമാ ലനാ മിൻ ശാഫിഈൻ വലാ സ്വദീഖിൻ ഹമീം ഫലൗ അന്നനാ കർറാ ഫനകൂന മിനൽ മുഅ്മിനീൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ശുപാർശകരില്ല, ഞങ്ങൾക്ക് കൂട്ടുകാരില്ല. അങ്ങനെ ആരെങ്കിലും ലോകത്തുണ്ടാവുമോ? എല്ലാവർക്കും ഉണ്ടാവില്ലേ ശുപാർശകർ? എല്ലാവർക്കും ഉണ്ടാവില്ലേ കൂട്ടുകാർ? എന്താണ് ഈ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? ഇതെല്ലാം വിലയിരുത്തി മാത്രമേ ഏതൊരു കാര്യത്തിനും മാർക്കിടാൻ കഴിയൂ. പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം. 5W: വാട്ട്, വൈ, വെൻ, വേർ. എവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഈ 5 കാര്യങ്ങൾ? ആരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? ഇത് ഖുർആൻ ഡിക്ഷണറികൾക്ക് തിരിയില്ല, ഖുർആൻ പരിഭാഷ കൊണ്ട് കഴിയില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിന്റെ അർത്ഥം ചോദിക്കപ്പെട്ടു. ആരാ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു? ഹിജ്റ 21-ാം വർഷത്തിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനിച്ചവരല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മുലപ്പാൽ കുടിച്ചവരല്ലേ? 70ഓളം ബദരീങ്ങളെ കണ്ടവരാണ്. 100 കണക്കിന് സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ഖുർആൻ വ്യാഖ്യാനങ്ങൾ പഠിച്ചവരാണ്. ഹിജ്റ 111 മഹാനവർ 90-ാമത്തെ വയസ്സിൽ റജബ് 1 വഫാത്തായത്. മഹാനവർ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. മരണാനന്തരം അതിഭയാനകരമായ പല രംഗങ്ങളുണ്ട്. അതിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഘട്ടം, ഒരു ഭാഗം സ്വർഗത്തില്, ഒരു ഭാഗം നരകത്തില്. സ്വർഗാവകാശികള് സ്വർഗത്തിലെത്തിയാൽ ഞാനും നിങ്ങളും ജിദ്ദയില്, മക്കയില്, ഗൾഫിലെത്തിയാൽ റൂമും ഭക്ഷണമൊക്കെ കിട്ടിയ നമ്മളെ പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ, എൻ്റെ കൂടെ ആ കൂട്ടുകാരുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്തവർ, എന്നെ സഹായിച്ചവർ അവരെവിടെ? അങ്ങനെ സ്വർഗാവകാശി അവൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അന്വേഷിക്കുമ്പോഴാ കേൾക്കുന്നത്, വിവരം കിട്ടുന്ന, ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു കൂട്ടുകാരൻ സ്വർഗത്തിലെത്തിയിട്ടില്ല, നരകത്തിലാണ്. അവൻ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്, ന്യൂനതകളും കുറവുകളും വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അവൻ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ലാ തക്മിലു ലദ്ദതി ഇല്ലാ ബിഹി. ഓ, എൻ്റെ കൂട്ടുകാരൻ എന്നെ സ്നേഹിച്ചവരാണ്, എനിക്ക് ഹെൽപ്പ് ചെയ്തവരാണ്, എൻ്റെ അയൽവാസിയാണ്. ഞാൻ ഗൾഫിലേക്ക് പോയപ്പോ എൻ്റെ ഭാര്യ, മക്കളെ, എൻ്റെ കൂട്ടുകുടുംബങ്ങളെ എൻ്റെ അസാന്നിധ്യം അറിയിക്കാതെ എന്നെ വല്ലാതെ കുട്ടികളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി, കുട്ടികളെ പഠിപ്പിച്ചു, വീട് പരിചരിച്ചു. ആ കുട്ടി നരകത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് എന്ത് സ്വർഗാണ് റബ്ബേ? എൻ്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ വലകും ഫീഹാ മാ തശ്തഹൂൻ, ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിൽ ഉണ്ടാകുമല്ലോ. എനിക്കൊരു വിനയാനിതര അപേക്ഷയുണ്ട്, അവരെന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോൾ
ആ നരകാവകാശികളിൽ നിന്ന് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. നരകാവകാശികളെ വിട്ടുകൊടുക്കൂ? അവര് പറയില്ലേ, റബ്ബേ എന്തിന്റെ പേരിലാ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്? അവൻ ഞങ്ങളുടെ കൂടെ പീഡികത്തിണ്ണയിൽ ഇരുന്നവരായിരുന്നില്ലേ? അവൻ ഞങ്ങളെ കൂടെ പല തെറ്റുകളും ചെയ്തവനല്ലേ? പല കുറ്റങ്ങളും ചെയ്തവനല്ലേ? അവൻ എന്തുകൊണ്ട് സ്വർഗത്തിലാക്കി? ഞങ്ങൾ എന്തുകൊണ്ടാ നരകത്തിലാകുന്നത്? അവൻ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? അവൻക്കാരെങ്കിലും വാപ്പ നബിമാരുണ്ടോ? അവനക്കാരെങ്കിലും ഷഹീദായി വാപ്പയുണ്ടോ? മക്കളുണ്ടോ? കൂട്ടുകുടുംബങ്ങളുണ്ടോ? അവരും ഞങ്ങളും ഒരുപോലെയല്ലേ? അപ്പോഴാ പറയുന്നത്, അല്ല അല്ല, അവൻ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവൻ അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരാ. ദിഫാഇ ശൈഖിന്റെ മാല ചൊല്ലിയവരാണ്, മൗലിദ് ഓതിയവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, സ്വലാത്ത് ചൊല്ലിയവരാണ്, ആട് കൊടുത്തവരാണ്, മാംസങ്ങൾ കൊടുത്തവരാണ്, തന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ അവര് പറയുന്ന വാക്കാ ഫമാലനാ മിൻ ഷാഫിഈൻ. അവന്റെ ഒരു കൂട്ടുകാരൻ സ്വർഗ്ഗത്തിലുണ്ട്, അവൻ അദ്ദേഹം പിടിച്ച് കയറ്റിയതാണ്. അത് അല്ലാഹു ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ഫമാലനാ മിൻ ഷാഫിഈൻ. ഞങ്ങൾ ദുർഗതി, ഞങ്ങൾ മഹാസങ്കടം, ഞങ്ങളുടെ ദുഃഖം, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ആരാരുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ നല്ല മജ്‌ലിസുകളൊന്നും പോയിരുന്നില്ല, വലാ സ്വദീഖിൻ ഹമീം, ഞങ്ങൾക്കൊരാത്മമിത്രമില്ല, ഫലൗ അന്ന ലനാ കർവാ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഇനിയൊരു പുനർജന്മം, തിരിച്ചു വരവുണ്ടായിരുന്നുവെങ്കിൽ, ലനകൂനന്ന മിനൽ മുഅ്മിനീൻ, ഞങ്ങളും മുഅ്മിനീങ്ങൾ പെടുമായിരുന്നു എന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം ഏറ്റവും വലുതാണ്. എല്ലാറ്റിലും സുഹബത്ത്, നല്ലൊരു കൂട്ടുകെട്ട്, നല്ലൊരു ബന്ധമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ അത് ചെയ്യുന്നത് സുൽത്താൻ ആരിഫിൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ആ സുഹബത്ത് കിട്ടാൻ, ആ ഒരു സഹവാസം കിട്ടാൻ, അതിലൂടെ രക്ഷപ്പെടാൻ. പിന്നെ എന്ത് കിട്ടും എന്നൊക്കെ കുറേ ആയത്തുകൾ, ഹദീസുകൾ, സയൻസ് മറ്റൊക്കെ പറയാൻ. അടുത്ത കാലം വരെ ഗർഭിണികൾ മനസ്സ് തെറ്റി പോസിറ്റീവാണെന്ന് റിസൾട്ട് കിട്ടിയാൽ പ്രസവിക്കുന്നവരെയും ദിഫാഇ മാല, മുഹിയുദ്ദീൻ മാല, നഫീസത്ത് മാല, സൂറത്ത് യൂസുഫ്, സൂറത്ത് മറിയം, ഇതൊക്കെ ഓതാറുണ്ടായിരുന്നു. ഇന്ന് അജ്ജേ നാണക്കേട്, ഇന്ന് മനസ്സെ തെറ്റിയ ഗൈനക്കോളജിസ്റ്റ്, ബെഡ് റെസ്റ്റ്, ബെഡ് കോഫി, എല്ലാം ബെഡ്. അവസാനം പ്രസവം സിസേറിയൻ. ഇത് മാത്രാണോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളൊക്കെ നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നത് ഈ പല പല ആചാരങ്ങളിലും കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അന്ധവിശ്വാസമല്ല, അനാചാരമല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 200 ഗർഭിണികളെ പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചു അറിയോ? ഓരോ ഗർഭിണിയായി പ്രസവിക്കുന്നത് വരെ ഒരു പാട്ട് എന്നെ വെച്ചു കൊടുത്തു. പ്രസവിക്കുന്നവരെയും ഒരേ പാട്ട് വെച്ചു കൊടുത്ത്, പ്രസവിച്ച കഴിഞ്ഞ് കുട്ടി കരയുമ്പോ ഇതേ പാട്ട് വെച്ചു കൊടുത്ത കുട്ടിക്ക് ആശ്വാസം കാണുന്നുണ്ട്. വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക്
വളരെ ലളിതമായ ഉദാഹരണം പറയാം, ആർക്കും നിഷേധിക്കാൻ കഴിയാത്തത്. കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊരു പതിവുണ്ടായിരുന്നു, കുട്ടികളെ ഇടത് ചുമലിൽ കിടത്തുക. കുട്ടികൾ കരച്ചിൽ കുറവുണ്ടാവണം. വലത് ചുമലിൽ കിടത്തിയാലോ കുട്ടികൾക്ക് കരച്ചിലിന് കുറവൊന്നുമില്ല. വലതിനല്ലേ എല്ലാറ്റിലും മുന്തിക്കേണ്ടത്. പക്ഷെ എന്താ നമ്മുടെ ഉമ്മാരിങ്ങനൊക്കെ ചെയ്യാൻ കാരണം? ആ കുട്ടികളുടെ ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഹാർട്ടിന്റെ മിടിപ്പ് ചെറുപ്പത്തിലെ സ്ഥിരമായി കേട്ടിരുന്നു. അത് സ്ഥിരമായി കേട്ടതാണ്. അപ്പൊ ഇടത് ഭാഗത്താവുമ്പോ ഹാർട്ടിന്റെ മിടിപ്പ് കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും എന്താണോ ശീലിച്ചത്, അവർക്കിഷ്ടപ്പെട്ടത്, അവർക്ക് വേണ്ടത്, അതവർക്ക് ആശ്വാസം ചെയ്യുക തന്നെ ചെയ്യും. ഇതൊരു സൈക്കോളജിക്കലല്ലേ. ഇപ്പോ ക്യാൻസറിന്റെ 4th സ്റ്റേജ് 5th സ്റ്റേജ്, റബ്ബേ ഞങ്ങൾ ആരെയും അങ്ങനെ എത്തിക്കല്ല അല്ലാഹ്. വളരെ വളരെ സീരിയസ് ആയി ഒരു പ്രതീക്ഷയുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ക്യാൻസർ REC സെന്റർ തിരുവനന്തപുരത്ത്, കോഴിക്കോട് MBR സെന്ററിൽ ചെയ്യുന്ന ലാസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താ? മ്യൂസിക് തെറാപ്പി, റീഡിംഗ് തെറാപ്പി. അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നൽകുക. മ്യൂസിക് ഇഷ്ടപ്പെട്ടവർക്ക് ആ മ്യൂസിക് കാണിച്ചു കൊടുത്താൽ അത് ഓരോരുത്തർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ഹരീഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മ്യൂസിക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു സഹോദരന് മ്യൂസിക് കാണിച്ചു കൊടുത്താലോ ഓനക്ക് വേദന കൂടും. മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാഹ്, പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ക്യാൻസർ വന്നു, വളരെ സീരിയസ് ആയ ടൈമുണ്ടായിരുന്നു, കീമോ കൊടുക്കുന്ന ടൈമുണ്ടായിരുന്നു, കാണാൻ പ്രയാസപ്പെടുന്ന രംഗുണ്ടായിരുന്നു. എല്ലാവരും ബെഡ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മഹാനു പറഞ്ഞു, എനിക്ക് സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുക്കാതിരുന്ന എനിക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ലെക്ഷോർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണ്. മഹാനു വാശി പിടിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എന്നാ അത് തന്നെ ചെയ്യണം. നമ്മുടെ സിറാജുദ്ദീൻ അഹ്സനി ഉസ്താദിന്റെ പ്രധാന ഉസ്താദാണ്. ഒരു ദിവസം പോലും വീട്ടിൽ പോകാതെ അന്ന് ഒതുക്കുങ്ങൽ ഇഹ്യാ സുന്ന അറബിക് കോളേജിൽ ഇരുന്നു കൊണ്ട് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തു. മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് ഇന്നലെ ജാമിയ ഹിക്കമയിൽ ഓൺലൈൻ പ്രഭാഷണം ഞങ്ങൾ കേട്ടില്ലേ? 87 കഴിഞ്ഞില്ലേ? എത്രമാത്രം പ്രയാസകരമായ രോഗമായിരുന്നു. മഹാനവൾ പറഞ്ഞു, എനിക്ക് സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും മർക്കസ് തഖസ്സുസിലെ വിദ്യാർത്ഥികൾ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ വരുന്നു, സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുന്നു. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അവരുടെ ഉസ്താദാണ് കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ. അവർ വഫാത്താകുന്നതിന് മുമ്പ് അവരെ കാണാൻ വേണ്ടി താജുമ ചെന്നു. ഒരു സംസാരമില്ല, ഒന്നുമില്ലാതെ സക്രാത്തുൽ മൗത്തിൽ കിടക്കുന്ന അതേ രൂപത്തിലാണ്. മകം പറഞ്ഞ് ഇപ്പോഴൊന്നും വിളിച്ചാൽ അറിയില്ല, ആരും തിരിച്ചറിയില്ല, ഒന്നും കടിയില്ല. താജുലമ ചെന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. പ്രതികരിച്ചില്ല. കാതിൽ ചെന്ന് പറഞ്ഞു, ഉള്ളാൾ സെ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളാണെന്ന് പറഞ്ഞു. ഉടനെ കണ്ണു തുറന്നു, വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞു. പിന്നെ കൈ ഇങ്ങനെ പൊന്തിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പം താജുലമക്ക് മനസ്സിലായി അവരൊന്ന് മുആനഖത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ആ മഹാനവൾ നേരങ്ങ് കുനിഞ്ഞു കൊടുത്തു. അപ്പ അവിടെ അങ്ങ് പിടിച്ചു, ആർത്ത് ചുംബിച്ചു. ഇവിടെയാണ് ഏതൊരു മനുഷ്യനും അവരെന്താണോ ഇഷ്ടപ്പെടുന്നത്,
ഇന്ന് ഡോക്ടർക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഇവിടെയുള്ള ധാരാളം സഹോദരിമാരോട് പറയാറുള്ളത്, നിങ്ങളുടെ മക്കൾ എങ്ങനെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന് നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിമാനാവണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കൾ ഗർഭിണിയാകുന്ന സമയത്ത് അതീവ ബുദ്ധിമാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കട്ടെ, അത് കേൾക്കട്ടെ, അത് ചിന്തിക്കട്ടെ. നിങ്ങളുടെ മക്കൾ യോദ്ധാക്കളാവണമെന്നാണോ ആഗ്രഹമുള്ളത്? ഓക്സ്ഫോർഡിലും ഫ്രാൻസിലും കേംബ്രിഡ്ജിലൊക്കെ 100-200 ഗർഭിണികളെ വെച്ച് അങ്ങനെ എല്ലാവർക്കും അതീവ ശാസ്ത്രന്മാരായ 10 കുറെ ഗർഭം തൊട്ട് പ്രസവിക്കുന്നവരെ വായിക്കാൻ കൊടുത്തു. ആ പ്രസവിച്ചൽ ബഹുഭൂരിഭാഗം കുട്ടികളും ശാസ്ത്രന്മാരും ഗവേഷകരുമായി മാറി. എന്നാ വേറെ 200 ഗർഭിണികൾക്ക് യോദ്ധാക്കളുടെ ചരിത്രങ്ങൾ വായിക്കാനാ കൊടുത്തത്. അവരുടെ മക്കളൊക്കെയും അഥവാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും DSPമാരും DGPമാരുമായിട്ടാണ് മാറിയത്. എന്നാ 10-20 ഗർഭിണികൾക്ക് ഇങ്ങനെ വിവിധ തരങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് ഗർഭിണിയാകുമ്പോ നഫീസത്ത് മാലി, മുഹിയുദ്ദീൻ മാലി, ദിഫായി മാലി, സൂറത്ത് യൂസുഫും സൂറത്ത് മറിയം, ഇങ്ങനെ ഔലിയാക്കള്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങള്, അവരെ ചരിത്രങ്ങള്. ഇനിയോ ഗർഭിണികളാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടില് ഗർഭിണിയാകുന്ന സമയത്ത് അല്ല മുലയൂട്ടുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനോ വിഷമോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഇപ്പം മുല കൊടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പം മുല കൊടുക്കുന്ന മുലപ്പാല് കുട്ടിക്ക് ദോഷമാണ്. അത് മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, നല്ല ആവേശത്തോടെ, നിങ്ങളുടെ മാനസികാരോഗ്യമാണ്, നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ്. ആ സന്തോഷം നിറകളിക്കുന്ന മുലപ്പാലാണ് കുട്ടിക്ക് വേണ്ടത്. ആലോചിച്ച് നോക്കുക, ഭാര്യയും ഭർത്താക്കളും പ്രശ്നത്തിൽ നടക്കുന്ന, പരസ്പരം സംഘർഷത്തിലും കലഹിച്ചും നടക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ബുദ്ധിമാന്യവും ഷോർട്ട് ടൈം ഡിസേബിലിറ്റിയോ ലോങ് ടൈം ഡിസേബിലിറ്റിയോ ഒക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയകാല ആചാരങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്.